ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജൂൺ മാസം ഈ മാസം ഇറങ്ങാൻ പോകുന്ന മൂവീസ് സീരീസിന്റെ റിലീസ് ഡേറ്റ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. സോ ഈ മാസം 5 ആഴ്ചയുണ്ട്. ഓരോ ആഴ്ച വെച്ച് പറയുമ്പോഴേ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. സോ ആദ്യത്തെ ആഴ്ച ഈ ആഴ്ച നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷേ 4 തീയതി പേടി ഇറങ്ങും. പേടി എന്നാണ് പെഡി ആണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. രാം ചരന്റെ പുതിയ തെലുങ്ക് പടം, നമ്മുടെ ആ ഒരു ക്രിക്കറ്റ് ബാറ്റ് വെച്ച് ഇങ്ങനെ നിലത്ത് മുട്ടിയിട്ട് ഇങ്ങനെ കറങ്ങിയടിക്കുന്ന സംഭവമില്ലേ, ആ ഒരു ട്രെയിലറിലൊക്കെ കണ്ടത് അത് ഭയങ്കര ഹിറ്റായിരുന്നു. ബട്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പുള്ളിക്ക് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ബട്ട് അതാണ് 4 തീയതി ഇറങ്ങുന്നത്. അതേ ദിവസം തന്നെ നെറ്റ്ഫ്ലിക്സ് ഓൺലൈനായിട്ടൊരു പടം ഇറങ്ങും, മാ ബെഹൻ, ഹിന്ദി പടം. അതാണ് ഓൺലൈൻ റിലീസ് നെറ്റ്ഫ്ലിക്സിൽ 4 തീയതി. 5 തീയതി മോളിവുഡ് ടൈംസ്, മോസ്റ്റ് അവൈറ്റഡ് പടമാണ്. നസ്ലൻ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന മോളിവുഡ് ടൈംസ് 5 തീയതി ഇറങ്ങും. അത് വെള്ളിയാഴ്ചയാണ് ഇറങ്ങുന്നത്. സോ 5 തീയതി കുറേ ഉണ്ട് കേട്ടോ. 5 തീയതി ഹിന്ദി അല്ല, ഇംഗ്ലീഷ് പടം ഹീമാൻ ഇറങ്ങുന്നുണ്ട്. മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് പടത്തിന്റെ പേര്. ഹീമാൻ ആണ് നമ്മുടെ ചെറുപ്പം മുതൽ നമ്മൾ കണ്ടുവന്ന ക്രിസ്റ്റൽ കോട്ടയുടെ ശക്തി എന്തൊതുങ്ങും, ശക്തി കൂടി വാ. 5 തീയതി ഇറങ്ങും. 5 തീയതി കേപ്പ് ഫിയർ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഇറങ്ങുന്നുണ്ട് ആപ്പിൾ ടി വിയിൽ. അത് നമുക്ക് കിട്ടൂല, അത് നമ്മൾ റെന്റ് ചെയ്ത് വാങ്ങിക്കേണ്ടി വരും. അല്ലെങ്കിൽ 5 തീയതി പരിമള കോ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ജയറാം തമിഴ്നാട്ടിൽ സെറ്റിൽഡ് ആയിരിക്കുകയാണ് ഗൈസ്. സെറ്റിൽഡാണ് കുറെ നാളായിട്ട്. ഇപ്പൊ തമിഴനായിട്ട് മാറി പുള്ളിക്കാരൻ നടനായിട്ട് അഭിനയിക്കുന്ന, മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന ഉർവശിയും ഉണ്ട് പടത്തില്. അതാണ് 5 തീയതി ഇറങ്ങുന്നത്. ഈ ആഴ്ച കൂടുതൽ പടങ്ങൾ 5 തീയതി ഇറങ്ങുന്നത്. 5 തീയതി തന്നെ വേറൊരു പടം ഇറങ്ങുന്നുണ്ട്, സ്കേറി മൂവി. സ്പൂഫ് പടങ്ങളുടെ രാജാവ് സ്കേറി മൂവി 5 തീയതി ഇറങ്ങും. ഇംഗ്ലീഷ് പടമാണ്, അറിയാം. ഇഫ് യു ഫാൻ ഓഫ് സ്കേറി മൂവീസ് യു വിൽ ലവ് സ്കേറി മൂവി. ബട്ട് ഇപ്പൊ സ്കേറി മൂവി ആവശ്യമാണ്, ബട്ട് പണ്ടത്തെ പോലെ അത്ര അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെയാണ് ഈ ആഴ്ചയിലുള്ളത്. ഈ ആഴ്ചത്തെ റിലീസ് ഡേറ്റും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച 10 തീയതി കളേഴ്സ് ഓഫ് ഈവിൽ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു സീരീസ്, ആ സിനിമ ഇറങ്ങുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിലാണ് ഇറങ്ങുന്നത്, കളേഴ്സ് ഓഫ് ഈവിൽ ബ്ലാക്ക്. ഓക്കെ. 12 തീയതി ഡിസ്ക്ലോഷർ ഡേ ഇറങ്ങുന്നുണ്ട്, സ്റ്റീവൻ സ്പിൽബർഗ് ഈസ് എ ലെജൻഡ്. ആൻഡ് ഡിസ്ക്ലോഷർ ഡേയിൽ എന്തോ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇറങ്ങുന്നുണ്ട്. അമേരിക്കയിൽ ഇപ്പൊ കടന്നു പോകുന്ന എന്തോ ഒരു സീക്രട്ടിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു പടമാണെന്നാണ് പറയപ്പെടുന്നത്. ലെറ്റ്സ് സി. ഡിസ്ക്ലോഷർ ഡേ. 12 തീയതി വരവ് എന്ന് പറഞ്ഞ പടം, ജോഷി കൂട്ടുകെട്ടിൽ വരുന്ന ഒരു വലിയൊരു വമ്പൻ പടം. എന്താവും അറിയില്ല. 12 തീയതി ലാസ്റ്റ് ഇറങ്ങുന്ന ഫ്യൂരിയസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ്. കാരണം എപ്പോഴല്ല, ലൈക്ക് ഫ്യൂരിയസ് എന്ന് പറഞ്ഞ സിനിമ, റെയ്ഡ് എന്ന് പറഞ്ഞ ഒരു പടമുണ്ട്, ഒരു അടിപൊളി ആക്ഷൻ പടം. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ വരുന്ന ഒരു മെയിൻ പേരാണ് റെയ്ഡ് എന്ന് പറഞ്ഞ പടം. അവരുടെ അതേ മേക്കേഴ്സ് തന്നെ ഉണ്ടാക്കിയ ഒരു പടമാണ് ഫ്യൂരിയസ്. ട്രെയിലർ കണ്ടോ, സൂപ്പർ സാധനം. അത് ഇപ്പോഴാണ് ഇറങ്ങുന്നത് കേട്ടാ. 2 ആഴ്ച 12 തീയതി ഇറങ്ങും. ഓക്കെ, അതാണ് 2 ആഴ്ചയിലുള്ളത്. ഇനി 3 ആഴ്ച ഐ വിൽ ഫൈൻഡ് യു എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ് 18 തീയതി ഇറങ്ങുന്നതാണ്. പിന്നെ 19 തീയതി മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ പേര് മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകന്റെ പേര് എന്തായിരുന്നു? ഗണപതി അനിയനായിരുന്നു. പേര് ഞാൻ മറന്നു കേട്ടാ. പുള്ളിക്കാരൻ ഡയറക്ട് ചെയ്ത ബാലൻ എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്നുണ്ട്. അതാണ് 19 തീയതി ഇറങ്ങുന്നത്. 19 തീയതി കോളനി എന്ന് പറഞ്ഞൊരു കൊറിയൻ പടം ഇറങ്ങുന്നുണ്ട്, ഒരു സോംബി പടമാണ്. എന്താവോ ആവോ. 19 തീയതി കോക്ടെയിൽ 2 ഹിന്ദി പടം, ഷാഹിദ് കപൂർ, കൃതി സനോൺ, പിന്നെ രശ്മിക മന്ദാനായിട്ട് അഭിനയിച്ച കോക്ടെയിൽ 2 എന്ന് പറഞ്ഞ പടം ഇറങ്ങുന്നുണ്ട്. അത് എന്താവെന്ന് അറിയില്ല. ബട്ട് 19 തീയതി വേറൊരു അടിപൊളി പടം ഇറങ്ങുന്നുണ്ട്, ടോയ് സ്റ്റോറി 5. ടോയ് സ്റ്റോറി ബേസിക്കലി 3 കഴിഞ്ഞപ്പോൾ എനിക്ക് മതിയായി. 3 ദ ബെസ്റ്റ് എൻഡിങ്. പിന്നെ 4 ഉണ്ടാക്കി എന്തിനു വേണ്ടി ഉണ്ടാക്കിയതുപോലെ. പക്ഷെ 5ന്റെ പ്രമിസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു കഥയായിട്ടാണ് അവർ വന്നത്, ഒരു വളരെ പുതിയൊരു ആശയമായിട്ടാണ് സംഭവം വന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മേ ബി അത് വളരെ നല്ലതാകാൻ ചാൻസ് ഉണ്ട്. ഈവൻ ദോ ഐ വാസ് ഡൺ അറ്റ് 3. ഇനി 4 ആഴ്ചയിലെ റിലീസാണ്. 21 തീയതി ഹൗസ് ഓഫ് ഡ്രാഗൺ എന്ന് പറഞ്ഞ സീരീസ് ഇറങ്ങുന്നുണ്ട്. ഹൗസ് ഓഫ് ഡ്രാഗൺ സെക്കൻഡ് സീസൺ എനിക്ക് അത്രയായിട്ട് പിടിച്ചില്ല. ബട്ട് സ്റ്റിൽ വിൽ വാച്ച് ഇറ്റ്, ഹൗസ് ഓഫ് ഡ്രാഗൺ. ആൻഡ് 26 തീയതി സൂപ്പർ ഗേൾ സിനിമ ഇറങ്ങുന്നുണ്ട്, ഡി സി പുതിയതായിട്ട് ഒന്നുകൂടി തുടങ്ങിയൊക്കെയാണ്. സൂപ്പർമാൻ ഇറക്കി, ഇനി പീസ് മേക്കർ ഇറക്കി, ഇനി സൂപ്പർ ഗേളാണ് ഇറക്കാൻ പോകുന്നത്. അതിൽ ഇവരെല്ലാവരും ഉണ്ടാവും, സൂപ്പർമാൻ ഉണ്ടാവും. ഓക്കെ. 26 തീയതി ഉയിർ എന്ന് പറഞ്ഞ റോഷൻ മാത്യു മെയിൻ നടനായിട്ട് അഭിനയിക്കുന്ന ഒരു പടം വരുന്നുണ്ട്. 26 തീയതി തന്നെ വെൽക്കം ടു ജംഗിൾ എന്ന് പറഞ്ഞ ഹിന്ദി പടം ഇറങ്ങുന്നുണ്ട്. അത് മിക്കവാറും ദുരന്തവും.
25 അവതാറിന്റെ സീസൺ 2 ഇറങ്ങുന്നുണ്ട്. അവതാർ ഈസ് പാസബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ച് കണ്ടപ്പോൾ തന്നെ. അത് എന്തായാലും ഞാൻ കണ്ടിട്ട് സീസൺ 2 ഒരുമിച്ച് ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും ഡെഫിനറ്റ്ലി. ബട്ട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, വൺ പീസിന്റെ അത്ര എത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. സോ യാ, ഇതൊക്കെയാണ് ഈ മാസത്തെ റിലീസുകൾ. സോ യാ, താങ്ക് യു ഫോർ വാച്ചിങ്.